നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പതിയെ സ്പീഡ് കൂടി അതിങ്ങനെ മേഘപടലങ്ങളെ കീറി മുറിച്ച് മുകളിലേക്ക് കയറിയിട്ട് മഞ്ഞുമലകൾക്ക് മഞ്ഞുമെത്തയുടെ മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു 525 സ്പീഡിൽ ഇങ്ങനെ പോകുമ്പം സത്യത്തിൽ നമുക്ക് അകത്തിരുന്ന് കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ സ്പീഡ് മനസ്സിലാകത്തില്ല. മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് മനസ്സിൽ കണക്ക് കൂടുന്നെങ്കിൽ 520 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ധാരണ വിമാനം അനങ്ങുന്നില്ല എന്നുള്ള ധാരണയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പതിയെ സ്പീഡ് കൂടി അതിങ്ങനെ മേഘപടലങ്ങളെ കീറി മുറിച്ച് മുകളിലേക്ക് കയറിയിട്ട് മഞ്ഞുമലകൾക്ക് മഞ്ഞുമെത്തയുടെ മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു 525 സ്പീഡിൽ ഇങ്ങനെ പോകുമ്പം സത്യത്തിൽ നമുക്ക് അകത്തിരുന്ന് കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ സ്പീഡ് മനസ്സിലാകത്തില്ല. മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് മനസ്സിൽ കണക്ക് കൂടുന്നെങ്കിൽ 520 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ധാരണ വിമാനം അനങ്ങുന്നില്ല എന്നുള്ള ധാരണയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്.